ഫലസൂചനകൾ വന്നു കഴിഞ്ഞു. മഞ്ജുഷ്, കേരളത്തിന്റെ ഫലസൂചനകൾ നോക്കൂ. 15 മുതൽ 18 വരെ യു ഡി എഫ് 18 സീറ്റുകൾ വരെ യു ഡി എഫിന് കിട്ടാം. കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയ യു ഡി എഫിന് ഇത്തവണ 15 മുതൽ 18 സീറ്റുകൾ വരെ കിട്ടാമെന്ന്. എൽ ഡി എഫിനാകട്ടെ 2 മുതൽ 5 സീറ്റുകൾ വരെ എൽ ഡി എഫിന് ലഭിക്കാമെന്നുള്ളതാണ് ന്യൂസ് 18 പോൾ ഫലം പുറത്തു. ഒരു സീറ്റ് മാത്രം കിട്ടിയ എൽ ഡി എഫിന് ഇത്തവണ 2 മുതൽ 5 വരെ, അതായത് ഏറ്റവും മോശം സാഹചര്യത്തിലും 2 സീറ്റുകൾ വരെ കിട്ടാം. പ്രകടനം മെച്ചമാണെങ്കിൽ 5 സീറ്റുകൾ വരെ എൽ ഡി എഫിന് കിട്ടാം. ബി ജെ പിക്ക് എൻ ഡി എക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് ന്യൂസ് 18 സർവേ ഫലം പ്രവചിക്കുന്നത്. 1 മുതൽ 3 സീറ്റുകൾ വരെ ഏറ്റവും മികച്ച സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ 3 സീറ്റുകളിലേക്ക് കടക്കാം എൻ ഡി എ ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിറ്റ് പോളിൽ കേരളം ഇങ്ങനെയാണ്. യു ഡി എഫിന് 15 മുതൽ 18 സീറ്റുകൾ വരെ തിളക്കമാർന്ന പ്രകടനം യു ഡി എഫിന് കേരളത്തിൽ ഉണ്ടാകും. ഒരു സീറ്റ് കുറവാണ് മഞ്ജുഷ. എക്സിറ്റ് പോളിൽ പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുന്നത്. എൽ ഡി എഫ് ആകട്ടെ 2 മുതൽ 5 വരെയാണ് എൽ ഡി എഫിന്റെ ഈ സീറ്റ് എണ്ണം ഇത്തവണ ഈ ഫലത്തിൽ ഈ ഫലസൂചനകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. 2 മുതൽ 5 വരെ സീറ്റുകൾ എൽ ഡി എഫിന് കേരളത്തിൽ ലഭിച്ചേക്കാം. മാത്രം നേടിയ എൽ ഡി എഫിന് ഇത്തവണ 2 സീറ്റ് എങ്കിലും കിട്ടുമെന്നുള്ളതാണ്. 5 സീറ്റുകൾ വരെ പരമാവധി എൽ ഡി എഫിന് കേരളത്തിൽ നിന്ന് കിട്ടാം എന്നുള്ളതാണ്. ബി ജെ പിക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 3 മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു എന്നുള്ള രീതിയിലുള്ള നേരത്തെയുള്ള പല തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ഏറ്റവും ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ. എൽ ഡി എഫിന് 2 മുതൽ 5 വരെ, യു ഡി എഫിന് 15 മുതൽ 18 സീറ്റുകൾ വരെ കിട്ടാമെന്നുള്ളതാണ്. ശ്രീ മോഹൻ വർഗീസ്, താങ്കളുണ്ടെന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് താങ്കൾക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കേരളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ ഒരു സ്ഥിതി ഇതും പ്രതീക്ഷിച്ചത് തന്നെയാണ്. തമിഴ്നാടിലെ പോലെ തന്നെ കേരളത്തിൽ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ തന്നെയാണ് ഈ പ്രൊജക്ഷൻസ് വന്നിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരവും തൃശ്ശൂരും ആയിരിക്കാനാണ് സാധ്യത. 3ാമതൊരു സീറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷെ അത് ഏത് സീറ്റുമാകാം. ഒരുപക്ഷെ ആറ്റിങ്ങലാകാം, മറ്റേതെങ്കിലും സീറ്റുകളാകാം. വലിയ മത്സരം എന്നൊക്കെ പറഞ്ഞിരുന്നു. എൽ ഡി എഫിന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം കോൺഗ്രസിന് ഒരുപക്ഷെ, യു ഡി എഫിന് ഒരുപക്ഷെ 19 ആവർത്തിക്കാൻ കഴിയില്ലായിരിക്കാം. 2019 19 സീറ്റൊന്നും ആവർത്തിക്കാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ 15 മുതൽ 18 എന്ന് പറഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയുള്ള ഒരു നമ്പറായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ രണ്ടും താങ്കൾ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പൂർണ്ണമായിട്ട് യോജിക്കുക. ഈ രണ്ടും പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കും. 15, 18, 2, 5 കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എൽ ഡി എഫിന്? 5 കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. 3 മുതൽ 4 വരെ 2 or 3 സീറ്റുകളാണ് ഞാൻ കാണുന്ന ഒരു സാധ്യത. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിന് താങ്കൾ പ്രതീക്ഷിക്കുന്നത് 16 സീറ്റ് അല്ലെങ്കിൽ 17 സീറ്റ്. 16 മുതൽ 16 സീറ്റ് അല്ലെങ്കിൽ ശ്രീകുമാർ. അല്ല, കേരളത്തില് ഒരു യു ഡി എഫ് അനുകൂല നിലപാടുണ്ടെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമ്മൾ കേട്ടിരുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങളൊരു അജണ്ട നിശ്ചയിച്ചു. അത് എൽ ഡി എഫ് വിരുദ്ധ അജണ്ടയായിരുന്നു. ആ അജണ്ടയ്ക്കൊപ്പം അവർ വോട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളത്തില് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് മത്സരം. ഇതിലിപ്പം എൻ ഡി എക്ക് ബി ജെ പിക്ക് 1 മുതൽ 3 സീറ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് 1 സീറ്റ് എന്നൊക്കെ പറയാൻ നമുക്ക് വേണ്ടി ആലോചിച്ചാൽ കിട്ടിയേക്കാന്നൊക്കെ 1-2 മണ്ഡലങ്ങൾക്ക് വേണ്ടി പറയാം. പക്ഷെ 3 എന്നൊക്കെ പറയുമ്പോൾ ബാക്കി 3ാമത്തെ എവിടെ പോയി കണ്ടെത്തും എന്നുള്ളതൊക്കെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് പക്ഷെ 1 മുതൽ 2 വരെ 5 സീറ്റുകളാണ്. 2 വരെയാണെങ്കിൽ അത് താങ്കൾക്ക് അംഗീകരിക്കാം. പറയാമല്ലോ, നമുക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. തിരുവനന്തപുരം തൃശ്ശൂരുമാണ് ബി ജെ പിക്കാർ പറയുന്നത് അവർക്ക് കിട്ടുന്നത്. അവർക്ക് പറഞ്ഞു നിൽക്കുക. ശരി, അപ്പൊ 3ാമത്തെ ഏതാണ്? അപ്പൊ ഒരു സീറ്റ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് അവർ പത്തനംതിട്ടയുണ്ട്, ആറ്റിങ്ങലുണ്ട്, ആലപ്പുഴ പോലും പറയുന്നുണ്ട്. ആലപ്പുഴ പോലും. അതെ, ഇതിപ്പോ എന്താ വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ സീറ്റ് പങ്കെടുക്കാനാണ് സാധ്യത. അതിപ്പം എൽ ഡി എഫിന് കുറവായിരിക്കും, യു ഡി എഫിന് കൂടുതലായിരിക്കും. അത് ബി ജെ പിക്ക് അവിടെ സ്ഥാനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, വോട്ട് ഷെയർ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് 16% സീറ്റ്, 16% ബി ജെ പിയുടെ വോട്ട് ഷെയർ ആയിട്ട് പറയുന്നത്. 16% എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ ശിവൻകുട്ടി ഇറങ്ങാണ്. ശരി, അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് 1 സീറ്റാണ് അവിടെ വിജയിക്കാൻ സാധിച്ചത്. അല്ലെ, ഏറ്റവും മോശം സാഹചര്യത്തിലും 1 സീറ്റ് കിട്ടുന്നുള്ളതാണല്ലേ? മോശം സാഹചര്യമുള്ള 1 സീറ്റ് എന്നുള്ളതാണ് നമ്മുടെ സർവേ പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം വളരെ ശക്തമായ മത്സരം നടന്ന സീറ്റാണ്. അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ, അതുപോലെ തന്നെയാണ് പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കാസർഗോഡ്. ഈ സീറ്റുകളൊക്കെ തന്നെ ഏകദേശം വളരെ ശക്തിയായ മത്സരങ്ങൾ നടന്നിട്ടുള്ള പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഈ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷയും കരുതലുകളുമുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നു. വളരെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. ആലപ്പുഴയൊക്കെ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് ആലപ്പുഴയൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസമൊക്കെ ഇനി വരുമ്പോൾ പരിശോധിക്കും. ഇപ്പോൾ 16% NDAക്ക് എക്സിറ്റ് പോളിൽ കാണുന്നത്. അതെ, 16% കാണുന്നത്. അത് മഞ്ജുഷ ചിലപ്പോൾ അത് 18-19 വരെയൊക്കെ പോകാം. ഞങ്ങൾ 22 വരെ ചില പ്രതീക്ഷിക്കുന്നുണ്ട്. 22% വരുമ്പോൾ മാത്രമാണ് അടുത്ത കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിർണായകമായ രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ പോകുന്നു. അല്ല, ഈ 1 മുതൽ 3 എന്ന് പറയുമ്പോൾ താങ്കളുടെ ഒരു പ്രഡിക്ഷനിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണ്? കാരണം ഒരു ഇന്റേണൽ സർവേ ഒക്കെ നടന്നു കാണും. ഈ ഘട്ടത്തിലെങ്കിലും ഒന്ന് പറയാമല്ലോ, ഈ 3 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും നമുക്ക് പറയാം. അതെ, ആർക്കും പറയാം. അങ്ങനെ അത്രയും മണ്ഡലം BJPക്ക് എങ്ങനെ വരാനാണ്? അല്ല, ആറ്റിങ്ങൽ വളരെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടന്ന മണ്ഡലമാണ്. ആറ്റിങ്ങൽ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ആറ്റിങ്ങലത്തെ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ആലപ്പുഴയും വളരെ പൊളിറ്റിക്കൽ ഫൈറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം കേരളത്തിൽ ആലോചിച്ചാൽ ഞങ്ങൾക്ക് ദിശ മാറി വരാവുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എങ്ങനെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പോലും BJPക്ക് ലഭിച്ചിട്ടുള്ളത് അത്ഭുതപൂർവമായ പിന്തുണ. അപ്പോൾ അനിൽ ആൻ്റണിക്ക്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ഞങ്ങൾ മുമ്പോട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വോട്ടിംഗ് പെർസെൻറ്റേജിൽ 22% വരെ പൊയ്ക്കൂടുന്നില്ല. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തീർച്ചയാണ്, വലിയ മുന്നേറ്റമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യം, ഇൻക്ലൂഡിങ് കോട്ടയത്ത് പോലും ഞങ്ങളുടെ മനുഷ്യ നമ്മൾ ഈ വോട്ട് ഷെയർ കൂട്ടുന്ന പറഞ്ഞാൽ നമ്മൾ ഈ വോട്ട് ഷെയർ ഇത്രയധികം മത്സരം നടന്ന മണ്ഡലങ്ങളെ വോട്ട് ഷെയർ കണക്ക് കിട്ടുന്നില്ല. 2019 വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല. 2019 ഇപ്പോൾ ഈ ശബരിമല വിഷയമൊക്കെ ഉണ്ടായിട്ട് അതിന്റെ ഒരു പാരമ്യതയിലായിരുന്നുവല്ലോ BJPയുടെ വോട്ടുകൾ വന്നിരുന്നത് അല്ലേ? അന്ന് തന്നെ 15 ഉണ്ടായിരുന്നു, 15 ആയിരുന്നു. അത് 16 എന്ന് പറഞ്ഞൊരു വലിയ കുതിപ്പല്ല. അല്ലല്ല, ഞാൻ പറയുന്നത് 2019 അപേക്ഷിച്ച് 2024 ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടന്ന മണ്ഡലങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ മണ്ഡലങ്ങളിൽ വരാൻ പോകുന്ന ആറ്റിങ്ങൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടല്ല ആറ്റിങ്ങൽ കാണാൻ പോകുന്നത്. തിരുവനന്തപുരം ഞങ്ങൾക്ക് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചു. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയാണ്. അല്ല, അതിൽ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കൺസോൾട്ടേറ്റ് ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ തന്നെ, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഏതാനും പോക്കറ്റുകളിലേക്ക് അത് ഒതുങ്ങുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ആറ്റിങ്ങലിലൊക്കെ വരുമ്പോഴത്തേക്ക് അവസാന റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇല്ല. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. 4 മണ്ഡലങ്ങളിൽ ഇങ്ങനെ അടിച്ചു കയറി വരും, ബാക്കി 3 നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നോട്ട് പോകും. മഞ്ജുഷ, അത് തള്ളിക്കളയാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല. കാരണം നമുക്ക് 2019 കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന സമയത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയം പ്രതീക്ഷിച്ചതാണ്. ഞങ്ങൾ 2014 ശ്രീ O രാജഗോപാൽ 15,000-ഓളം വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ പ്രത്യേകത അർഹിക്കുന്ന പൊളിറ്റിക്സ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധയോടുകൂടി, കരുതലോട് കൂടിയിട്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. വോട്ടിംഗ് പെർസെൻറ്റേജ് അങ്ങേയറ്റം വർദ്ധിക്കും. വോട്ടിംഗ്, അതായത് BJPക്ക് ലഭിക്കുന്ന വോട്ട് അല്ലെ, വോട്ടിന്റെ ശതമാനത്തിൽ വർധന ഉണ്ടാകും. LDFനെയും UDFനെയും നമ്മൾ തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഈ നമുക്ക് BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വലിയ മുന്നേറ്റം ഉണ്ടാകും. ഏതായാലും നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കണക്കാണ് മഞ്ജുഷ് കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് 15 മുതൽ 18 വരെ സീറ്റുകൾ UDFന് 15 മുതൽ 18 വരെ സീറ്റുകൾ കേരളത്തിൽ കിട്ടാം. LDFന് 2 മുതൽ 5 വരെ സീറ്റുകളാണ് കേരളത്തിൽ കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ നില അല്പം മെച്ചപ്പെടുത്താൻ, അത് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞിരുന്നു, 1-ലേറെ സീറ്റുകൾ കിട്ടിയാൽ തന്നെ അത് മെച്ചമാണ് തമാശ കൂടി കലർത്തിയാണ് പറഞ്ഞത്. അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തെളിയിക്കാൻ എത്ര സീറ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ 2 സീറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പകുതി തമാശയായിരുന്നു. 15 മുതൽ 18 വരെ സീറ്റുകൾ UDFന്, 2 മുതൽ 5 വരെ സീറ്റുകൾ LDFന് ലഭിക്കാൻ
ലഭിക്കാം കേരളത്തിൽ എന്നുള്ളതാണ്. ഏറ്റവും മോശം സാഹചര്യത്തിൽ പോലും 2 സീറ്റ് ലഭിച്ചാൽ അത് നേട്ടമാണ്. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വരുന്നത് 2020 അടിക്കും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. 2020 ആണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് UDF-ന്റെ നേതാക്കൾ പറയുന്നത്. പക്ഷേ 18 സീറ്റുകൾ വരെ കിട്ടാമെന്നുള്ളതാണ് ന്യൂസ് 18 എക്സിറ്റ് പോളിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധേയമായ കാര്യം, BJP-ക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കാം. ഏറ്റവും മോശം സാഹചര്യമാണെങ്കിൽ പോലും അത് 1 സീറ്റ് BJP കിട്ടാം. അത് 3ലേക്ക് വർദ്ധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ന്യൂസ് 18 സർവേ ഫലം. ഇനി ഒരു വേള ചിന്തിക്കുക, ടൈറ്റ് ഫൈറ്റ് ആണ് നടന്നത്. ഈ BJP നിങ്ങൾ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ മുമ്പത്തെ പോലെ 2014-ലും 2019-ലും എന്താണോ സംഭവിച്ചത് അത് ആവർത്തിച്ചുകൊണ്ട് വിജയത്തിന് വരുമ്പോഴത്തേക്കും തളർന്നു വീഴുന്ന അവസ്ഥ, പ്രത്യേകിച്ച് 2014 തിരുവനന്തപുരത്ത് കണ്ടത്. അതുപോലെയാണ് സംഭവിക്കുന്നത് എങ്കിൽ താങ്കൾ ഏത് മുന്നണിയിലാണ് കൂടുതൽ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? 15 മുതൽ 18 വരെ സീറ്റുകൾ UDF, 2 മുതൽ 5 വരെ സീറ്റ് LDF. അതിലെന്ത് വ്യത്യാസം താങ്കൾ കാണുന്നു? ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണോ? അല്ല, ഞാൻ അതിൽ കാണുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ തിരുവനന്തപുരത്ത് LDF-ന്റെ വോട്ട് LDF പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ പോകുന്നത് BJP തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 2019 സംഭവിച്ചത് LDF-ന് ലഭിക്കേണ്ട വോട്ടുകൾ LDF-ന് ലഭിക്കാതിരുന്നു. 2,65,000 വോട്ടാണ് ദിവാകരൻ സാറിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും LDF-ന് അത്രയും വോട്ടല്ല ലഭിക്കേണ്ടത്. അതേസമയം 2014 ബെനറ്റ് എബ്രഹാം, ഇതൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ LDF-ന്റെ തനതായ സംവിധാനത്തിലേക്ക് എത്തി വന്നാൽ അവിടെ ഒരിക്കലും തിരുവനന്തപുരം UDF ജയിക്കാൻ പോകുന്നില്ല. ഒരു സാഹചര്യവും UDF-ന് വരാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങളിവിടെ വലിയ മുന്നേറ്റം തിരുവനന്തപുരം പാർലമെൻറ്റിൽ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം പാർലമെൻറ്റിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നേറ്റവും തിരുവനന്തപുരം അത് വളരെ കൃത്യമാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി അവതരിപ്പിച്ചപ്പോൾ തിരുവനന്തപുരത്തിന് പ്രിയപ്പെട്ട ആളാകുമോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ കളം മാറി. അദ്ദേഹം കൂടുതൽ എല്ലാ വിഷയങ്ങളും ഇടപെടുന്നു. തീരദേശ മേഖലകളിൽ പോലും കൂടുതൽ സമയം ചിലവിടുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നു. പലതരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം അധികാരത്തിൽ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ നടത്താൻ പോകുന്ന പദ്ധതികളുടെ വളരെ കൃത്യമായ ആസൂത്രണം ഉണ്ടാകുന്നു. ശശി തരൂര് പ്രചരണ ഘട്ടത്തിൽ പലപ്പോഴും പുറകോട്ട് പോകുന്ന പശ്ചാത്തലം പോലും തിരുവനന്തപുരത്തുണ്ടായിരുന്നു മഞ്ജുഷ്. അത് ഒരുപക്ഷെ ശ്രീ ശിവൻകുട്ടിയൊക്കെ പറയുന്നത്, അദ്ദേഹമൊക്കെ ഈ പ്രചരണത്തിന് തിരുവനന്തപുരത്ത് ചുക്കാൻ പിടിച്ച ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ ഒരാളാണ്. അദ്ദേഹത്തിനൊക്കെ വളരെ കൃത്യമായി ആ പൾസ് അറിയാം. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയുടെ മെച്ചം, മേന്മ, അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ഫിഗർ, അതൊക്കെ BJP-ക്ക് കരുതലാകുമെന്നാണോ ശിവൻകുട്ടി? അതെ, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ വലുതായിരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്താലും അത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു ആർജവം വളരെ പ്രത്യേകതയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ചും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ വേഗം കാര്യങ്ങൾ ചെയ്യുക, വളരെ വേഗം മുന്നോട്ട് പോവുക. ഇതാണ് ഒരു രാഷ്ട്രീയ കാര്യം നടക്കും അല്ലേ? കാര്യം നടക്കുമെന്നായിരുന്നു. അതെ, അദ്ദേഹത്തിന് ഈ കാര്യം നടക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പദപ്രയോഗം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങളുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെയധികം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറഞ്ഞു. അല്ല, UDF-ന്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ തരൂരിന്റെ രാജചന്ദ്രനെ അവതരിപ്പിച്ചപ്പോഴുള്ള പ്രധാനപ്പെട്ട ആരോപണം, തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങട്ടെ, അപ്പോൾ അറിയാം ഈ രാജ്യസഭയിലൂടെ മന്ത്രിമാരായവർക്കൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും അവർ കാര്യങ്ങൾ പഠിക്കും, പരാജയപ്പെടുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. അത് തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ രൂക്ഷമായ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞെന്നറിയോ, ഞങ്ങൾ എത്രയും വേഗം ഞാൻ തീരുമാനം ഉണ്ടാക്കും, തിരുവനന്തപുരത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും, ഞാൻ റിസൾട്ടൊന്നും നോക്കി നിൽക്കുന്നില്ല, എന്താണോ കഴിയുന്നത് ഞാൻ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യും. അതുതന്നെയാണ് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തത്. ശരി, എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാം. കൂടുതൽ അതിഥികൾ വരികയാണ്. ഇപ്പോൾ ശ്രീ G. ഗോപകുമാർ അല്പസമയത്തിനകം, അതായത് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം, അല്പസമയത്തിനകം ഡോക്ടർ G. ഗോപകുമാർ ചേരും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകളെയും പ്രതീക്ഷിക്കുന്നത്, കാരണം അല്പം മുമ്പാണ് അവർ ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ ആരാണ് വരുന്നത്?
റോണി കെ ബേബിയാണ് പ്രതീക്ഷിക്കുന്നത്. 15 മുതൽ 18 സീറ്റുകൾ നേടും കേരളത്തിൽ എന്നാണ്. LDF 2 മുതൽ 5 സീറ്റുകൾ വരെ എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ LDF കഴിയുമെന്നാണ് ന്യൂസ് 18 എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. BJPക്ക് ഒരുപക്ഷെ കേരളത്തിൽ നേട്ടമുണ്ടായേക്കാം. അല്പം പുറകോട്ട് പോകുക UDF സംവിധാനമായിരിക്കും. കാരണം 19 സീറ്റുകൾ. റോണി കെ ജോസഫ്, റോണി കേൾക്കാമല്ലോ അല്ലെ? താങ്കൾക്ക് 15 മുതൽ 18 വരെയാണ് ഞങ്ങളുടെ സർവേ ഫലം പ്രവചിക്കുന്നത്. അതായത് 19 നിന്ന് ഏറ്റവും മികച്ച സാഹചര്യത്തിലും ഒരു സീറ്റ് താഴോട്ടാണ് കാര്യങ്ങൾ. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് പിന്നെ റിസൾട്ടിന്റെ കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. 20 സീറ്റ് തന്നെ. കാരണം ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ 1-2 എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞു. UDF 19-20 സീറ്റ് നേടുമെന്ന് തലത്തിൽ തന്നെ. കാരണം ന്യൂസ് 18 സർവേ ഞാൻ കുറച്ചു കാണുമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസിന് അല്ല UDF കേരളത്തില് 19-20 സീറ്റ് വരെ കിട്ടുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് ഏതൊക്കെയാണ് 4-ാം തീയതി വരെയാണ് നമുക്കറിയാം കൃത്യമായി തന്നെ. ഞങ്ങൾക്ക് അതിന്റെ ഒരു ആശങ്കയും ഇല്ല. കൃത്യമായി തന്നെ ഇന്നറിയാം ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്ന് ഞങ്ങൾ 295 സീറ്റിന് മുകളിലേക്ക് നേടുമെന്ന് കൃത്യമായി തന്നെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആശങ്കകളൊന്നുമില്ല തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച്. കേരളത്തിന്റെ കാര്യമാണെങ്കിലും ദേശീയ തലത്തിലും ഞങ്ങൾ പിന്നെ തീരുമാനിച്ച പോലെ തന്നെ അല്ല നിശ്ചയിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പോലെ തന്നെ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിൽ പക്ഷേ ഇന്ത്യ മുന്നണിക്ക് സാഹചര്യങ്ങൾ മെച്ചമാണ്. അതായത് 39 സീറ്റ് വരെ തമിഴ്നാട് തൂത്തുവാരുമെങ്കിൽ തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് മുഴുവൻ സീറ്റുകളും കിട്ടുമെന്നാണ്. മോശം സാഹചര്യത്തിൽ പോലും ചിലപ്പോൾ 3 സീറ്റ് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ്. 36 മുതൽ 39 സീറ്റുകൾ വരെയാണ്. അപ്പോൾ അതിന്റെ ആധികാരികതയാണോ അതോ കേരളത്തിലെ സീറ്റിന്റെ ഈ നിലയാണോ? താങ്കൾ ഏതിലാണ് കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത്? അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ഞാൻ പറയാം എന്നത് വിശ്വാസത്തിന്റെയോ വിശ്വാസമില്ലായ്മയുടെ ഒരു അല്ല. ഞങ്ങൾ ഈ എക്സിറ്റ് ഫലങ്ങളൊന്നും ഞങ്ങളെ അങ്ങനെ വലിയ ആവേശഭരിതരാക്കുന്നില്ല. ഞങ്ങളെ വലിയ നിരാശ. അല്ല, എക്സിറ്റ് ഫലങ്ങളോട് താല്പര്യമില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു. അല്പം മുമ്പാണ് താങ്കൾക്ക് പോലും ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം പാർട്ടി നേതൃത്വം നൽകിയത്. കാരണം എക്സിറ്റ് ഫലങ്ങളെ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പറയുന്നത്. അല്ല, ഞങ്ങളതിനെ വിശ്വസിക്കാതിരിക്കുന്നൊന്നുമില്ല. അത് അതിന്റെ രീതി. കാരണം അവരുടെ ജോലി ചെയ്യട്ടെ. കാരണം ഞങ്ങൾക്ക് കൃത്യമായി കാരണം ഇന്ന് 2 മണിക്കൂറാണ് ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാം യോഗം ചേർന്ന് അവരെ ഓരോ സീറ്റും കൃത്യമായി തന്നെ അതിന്റെ കണക്കുകളെല്ലാം പരിശോധിച്ച് വോട്ടിംഗ് നിലയെല്ലാം പരിശോധിച്ച് ഞങ്ങൾ കൃത്യമായി 295 മുകളിൽ എന്ന ഒരു ഫിഗറിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ ആ ഫിഗറിൽ എത്തും എന്ന് കൃത്യമായി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ശ്രീ റോണി കെ ബേബി. ഇപ്പോൾ LDF 2 മുതൽ 5 സീറ്റുകൾ വരെയാണ് ന്യൂസ് 18 എക്സിറ്റ് പോൾ പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ പോലും 2 സീറ്റുകൾ കിട്ടാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ BJPക്ക് ഏത് മോശം സാഹചര്യത്തിലും ഒരു സീറ്റെങ്കിലും കിട്ടുമെന്നും എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? കാരണം ഈ BJPക്ക് വോട്ട് ഇവിടെ കൂടുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങള് ഞങ്ങൾ 20-20ലേക്ക് എത്തുന്ന ഒരു സൂചനയെ ശക്തിപ്പെടുത്തിയ കാരണം എന്താണെന്നറിയുമോ? കാരണം വോട്ടുകൾ LDF-നും BJPക്കും ഇടയിൽ വിഭജിക്കുമ്പോൾ ഞങ്ങൾക്കൊരു 40-44% ആധികാരികമായിട്ടുള്ള വോട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ കാൽക്കുലേഷൻ എന്തായിരുന്നു കൃത്യമായി. കാരണം BJP പിടിക്കാൻ പോകുന്നത് LDF വോട്ട് ബാങ്കാണ്. കാരണം ഈ സർവേയിൽ തന്നെ ഞാൻ പറഞ്ഞ സർവേയുടെ ഞാൻ ആധികാരികമായിട്ട് സർവേയെ ബേസ് ചെയ്ത് നല്ല സംസാരിക്കുന്നത് എങ്കിൽ പോലും 28-30% പോലും LDF വോട്ട് താഴും എന്നുള്ള പ്രവചനം വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF വോട്ട് ബാങ്കിൽ നിന്ന് BJP വളരുമ്പോൾ ഞങ്ങളുടെ വോട്ട് ബാങ്ക് വളരെ കൃത്യമായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു 20-20 എന്നതിനകത്ത് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു തരത്തിലുള്ള സംശയമില്ല. ഞങ്ങളുടെ വോട്ട് ബാങ്ക് സ്റ്റേബിൾ ആണ്. 44-45% എന്ന് പറയുന്നത് ഞങ്ങളുടെ വോട്ട് ബാങ്ക് അതിന് മുകളിലേക്ക് പോയെങ്കിലേ ഉള്ളൂ. ആ വോട്ട് ബാങ്കിലൂടെ ഞങ്ങൾ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഉജ്ജ്വലമായൊരു വിജയം അതിന് മുകളിലേക്ക് 20 നോക്കിയോ. കാരണം BJPക്ക് LDF ഇടയിൽ വോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന ഫലം അത് തന്നെയായിരിക്കും. കാരണം ഞാനത് എക്സിറ്റ് പോളിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങളുടെ ഗ്രൗണ്ട് പിന്നെ റിപ്പോർട്ടുകളെ ബേസ് ചെയ്തത് തന്നെയാണ് ഞാൻ അഖിലേന്ത്യാ തലത്തിൽ തുടക്കം മുതൽ തന്നെ ശ്രീ ശിവൻകുട്ടി ഈ ഒരു ഡേറ്റയിൽ നിന്ന് വ്യത്യസ്തമായാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് 18 അല്ല 20 തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്, UDF പറയുന്നത്. 2020 ഇത്തവണയും ഉണ്ടാകുമെന്നാണ് ശ്രീ ശിവൻകുട്ടി. അല്ല, 2020 ഇത്തവണ ഉണ്ടാകുമെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണല്ലോ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ അടൂർ പ്രകാശ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ 200ഓളം ബൂത്തുകളിൽ എനിക്ക് പോളിംഗ് ഏജന്റന്മാരില്ലായിരുന്നു. നമ്മുടെ തൃശ്ശൂർ നിന്നുള്ള K മുരളീധരൻ അദ്ദേഹം പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് ശശി തരൂർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ. ഇവരെല്ലാം പറഞ്ഞത് മാധ്യമങ്ങളോടാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്കിരിക്കാനായിട്ട് UDF-ന് ഇന്നേജന്റന്മാർ പല പോളിംഗ് സ്റ്റേഷനിലില്ലായിരുന്നു. നമ്പർ പറഞ്ഞിട്ട് സ്ഥലം പറഞ്ഞിട്ടാണല്ലോ അവർ പറഞ്ഞത്. അങ്ങനെ ഈ നമ്മുടെ കാസർഗോഡ് മത്സരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ
ഈ 2020 എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള അവരുടെ സംസാര രീതിയും ചർച്ചയും ശ്രദ്ധിക്കണം. അവർ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ മുരളീധരൻ, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, അതുപോലെ ശശി തരൂർ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് അവർ 2020 ആണെങ്കിൽ എങ്ങനെ പ്രവചിക്കാൻ സാധിക്കും? കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ബൂത്തുകൾ, ഇന്നേജന്റ്, പോളിംഗ് സ്റ്റേഷൻ, ബൂത്തുകളുടെ പ്രവർത്തനം ഇതൊക്കെ വളരെ നിർണായകമാണ്. അവിടെയൊക്കെ കോൺഗ്രസ് അടിപതറിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു. ശരിയാണല്ലോ ശ്രീ റോണി കെ ബേബി. അതിൽ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന 1 മുതൽ 3 വരെ, അതിൽ ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂർ എന്നുള്ളതാണല്ലോ. ഈ രണ്ടിടത്തും നേതാക്കളിൽ നിന്ന് ഭിന്ന അഭിപ്രായം കോൺഗ്രസിന്റെ ഉണ്ടായിട്ടുണ്ട്. ടി എൻ പ്രതാപൻ വോട്ട് ചോർന്ന കാര്യം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ആറ്റിങ്ങലിൽ ഈ 3ാമത്തെ സീറ്റ് ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ശിവൻകുട്ടി അല്പം മുമ്പ് പറഞ്ഞു അത് ആറ്റിങ്ങലാണെന്ന്. അവിടെയും ചോർച്ചയുടെ കാര്യം പറയുന്നു ഇല്ലേ? അവിടെയും വോട്ട് ചോർച്ചയുടെ കാര്യം പറയുന്നു. തൃശ്ശൂരിൽ വോട്ട് ചോർച്ചയുടെ കാര്യം പറയുന്നു. തിരുവനന്തപുരത്തും അങ്ങനെ വോട്ട് ചോർച്ചയുടെ കാര്യം പറയുന്നു. LDF-ൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്നു. ഇതൊക്കെ വരുമ്പോൾ ഈ 2020 എന്നുള്ള സ്വപ്നം എങ്ങനെയാണ്? കാരണം അതൊക്കെ അവർ കൃത്യമായിട്ടുള്ള സംഘടനാ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരാരും പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു 1400 മുതൽ 1500 വരെ ബൂത്തുകളുണ്ടാവും. ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ LDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, നമുക്ക് ഈ 1500 ബൂത്തുകളിൽ ഒരുപോലെ സംഘടനാ ശക്തി ഉണ്ടാകുന്നില്ല. ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം. അപ്പോൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര 10, 100, 150 ബൂത്തുകളിൽ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമുണ്ട്, സംഘടനാപരമായിട്ടുള്ള വീഴ്ചയുണ്ട്. പക്ഷേ നമ്മൾ ആത്യന്തികമായിട്ട് നോക്കേണ്ട തെരഞ്ഞെടുപ്പ് ഫലത്തെയാണ്. കാരണം ഈ 1500 ബൂത്തുകളിലും നമുക്ക് ഒരേപോലെയുള്ള സംഘടനാ സംവിധാനമാണെങ്കിൽ നമുക്ക് 4 ലക്ഷത്തിനോ 5 ലക്ഷത്തിനോ വോട്ടിന് മുന്നിൽ ജയിക്കുമല്ലോ. അതല്ല അവർ കൃത്യമായി തന്നെ, അതാണ് ഞങ്ങൾ, അല്ലാതെ ഞങ്ങൾ ഈ പിന്നെ 5 ലക്ഷത്തിൽ ജയിക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. കൃത്യമായി ഇത്ര ബൂത്തുകളിൽ ഞങ്ങൾക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ആധികാരികമായി വിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. 2019 സർവേയിലും 15 മുതൽ 16 സീറ്റ് UDF-ന് ഒരു സർവേകളും പ്രവചിച്ചില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് 19 സീറ്റ് വിജയിച്ചല്ലോ. വേറെ വ്യത്യസ്തമായ ഒരുപാട് സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ. ശബരിമല, രാഹുൽ ഗാന്ധി, അതടക്കമുള്ള ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു UDF-നെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ എന്നുള്ള സംശയം കൂടിയുണ്ട്. കാരണം താരതമ്യേന നല്ല മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കൂടി LDF-നായി. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. അല്ല, എങ്കിൽ പോലും കാര്യം, ഭരണവിരുദ്ധ വികാരം എത്ര ശക്തമാണെന്നുള്ളത് ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചു. കാരണം ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് LDF-ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 33-34% അല്ലെങ്കിൽ 35% എന്ന് പറയുന്ന LDF-ന്റെ വോട്ടിൽ നിന്നും അവർക്ക് കുറയാൻ പോവുകയാണ്. അവർക്ക് 30% താഴെ, അല്ലെങ്കിൽ മാക്സിമം എത്താൻ മുതൽ 30%. കാരണം അത് തന്നെ കൃത്യമായ സൂചനയാണ്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികൾ എന്ന് പറയുന്നത് UDF-ഉം LDF-ഉമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF-ന്റെ വോട്ട് ശതമാനം കുറയുമ്പോൾ അത് ആർക്ക് മെച്ചമായി വരും? കാരണം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എന്താ പറയുമോ, കടുത്ത ഭരണവിരുദ്ധ വികാരമാണ്. CPM-കാർ പോലും LDF-കാർ പോലും വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളില് LDF-നും CPM-നും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഈ പ്രാവശ്യം UDF-ലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കുറെ വോട്ടുകളൊക്കെ ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആധികാരികമായി പറയുന്നത് 2019 എന്തായിരുന്നു സാഹചര്യം, അതിനേക്കാൾ മെച്ചമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. 3-4 സീറ്റുകളിൽ മത്സരമുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ശരിയാണ്. എന്തായാലും 18 വരെ സീറ്റുകൾ UDF-ന് കിട്ടാമെന്നുള്ളതാണ്. പക്ഷേ 2020 അടിക്കും എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. പക്ഷേ 15 മുതൽ 18 സീറ്റുകൾ വരെയാണ് ന്യൂസ് 18-ന്റെ എക്സിറ്റ് പോൾ കേരളത്തിൽ UDF-ന് പറയുന്നത്. 2 മുതൽ 5 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം, 1 മുതൽ 3 സീറ്റുകൾ വരെ NDA-ക്ക് കിട്ടാം. സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സർവേ ഫലമാണ്, ആധികാരികത ഏറെയുള്ള സർവേയാണ്, അതിന്റെ ഫലമാണ് പുറത്തു വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഫലമല്ല, ഇങ്ങനെയൊക്കെ തന്നെ ആകും എന്ന് വേണം പ്രതീക്ഷിക്കാനും. കാരണം അതാണ് കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം. കടുത്ത മത്സരം നടക്കുന്ന 5 മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. BJP-ക്ക് ഈ വിജയം പ്രതീക്ഷിക്കുന്ന ഈ എക്സിറ്റ് പോളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ മണ്ഡലങ്ങളിൽ പോലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഇങ്ങനെ ഒരു 15-18 എന്ന രീതിയിൽ UDF-ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കടുത്ത പോരാട്ടം നടക്കുകയാണ്. അവിടെ UDF-ഉമായിട്ടാണ് BJP-യുടെ കടുത്ത പോരാട്ടം നടന്നത്. അപ്പോൾ അവിടെയൊക്കെ ഫലം അവസാനം എന്താകുമെന്ന കാര്യത്തിൽ ഒരു പൊരിഞ്ഞ പോരാട്ടത്തിൽ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് വോട്ടെണ്ണി തീരുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ശ്രീ ഗോപകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപകുമാർ, ഇതാണ് കണക്ക്. കേരളത്തിൽ UDF-ന് 15 മുതൽ 18 വരെ, LDF-ന് 2 മുതൽ 5 വരെ, BJP-ക്ക് 1 മുതൽ 3 വരെ. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഈ എക്സിറ്റ് പോൾ ഫലത്തെക്കുറിച്ച്?
സാധാരണ എക്സിറ്റ് പോൾസിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പുറത്തു പോകുന്ന വീടുകളിലേക്ക് പോകുന്ന വോട്ടേഴ്സിനെ അവിടെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടുന്ന ഡേറ്റ ആയതുകൊണ്ട് അതിന് ആധികാരികത കൂടും. അതുകൊണ്ടാണ് ഇപ്പോൾ എക്സിറ്റ് പോൾസ് വളരെ ജനകീയമായതും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിറ്റ് പോൾ നടത്തുകയും ജനങ്ങൾക്ക് അതിൽ വലിയ താല്പര്യം വരികയും ചെയ്തു. അപ്പോൾ ന്യൂസ് 18-ലെ എക്സിറ്റ് പോളിനും അതിൻ്റേതായൊരു പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെത്തഡോളജി അനുസരിച്ചാണ് ചെയ്ത് എന്നും നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അപ്പോൾ ഈ ഡേറ്റയിൽ ഉറപ്പായിട്ട് സീറ്റുകളുടെ എണ്ണം പറയാതെ 15-നും 18-നും ഇടയ്ക്ക് എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. 2-നും 5-നും ഇടയ്ക്ക്, 1-നും 3-നും ഇടയ്ക്ക്. അപ്പോൾ ഞാനിത് എസ്റ്റിമേറ്റ് ചെയ്യണത് നേരത്തെയും ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാര്യം LDFന് 2 സീറ്റും UDFന് 17 സീറ്റും BJPക്ക് 1 സീറ്റും ഏതാണ്ട് ഉറപ്പിക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ 15-ഉം 18 എന്ന് പറയുമ്പോൾ തന്നെ 16 മിനിമം കിട്ടണമല്ലോ. അതെ അതെ, ആ റേഞ്ച് വരുമ്പോൾ ഒരു 16 മിനിമം കിട്ടണമല്ലോ. അത് 17-ഓ അതെ. അപ്പോൾ എന്തായാലും UDFന് മുൻതൂക്കമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. UDF തരംഗമാണ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാണുന്നത്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലാണ്. അത് 3 സീറ്റ് വരെ നിങ്ങളെ സർവേയിൽ പറയുന്നു. തൃശ്ശൂർ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഞാൻ താങ്കളോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. തൃശ്ശൂരിനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ താങ്കൾ പറയുന്ന ഒരു സീറ്റ് തൃശ്ശൂരാണല്ലേ? താങ്കൾ പറയുന്ന തിരുവനന്തപുരത്തിലധികം പ്രതീക്ഷയില്ലാതുള്ളതാണ് സാധ്യത. അതെ അതെ, ഒരിക്കലുമില്ല. ഞാൻ ഏറ്റവും പ്രതീക്ഷ പറയുന്നത് തൃശ്ശൂറാണ്. എപ്പോഴും തൃശ്ശൂർ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ മറ്റ് ചാനലുകളിലും സംസാരിച്ചപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ ഉറപ്പ് പറയുന്നത് തൃശ്ശൂറാണ്. കാരണം അതിൻ്റെ പ്രത്യേകത, തിരുവനന്തപുരത്ത് മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ആ മൂന്നാമത് സ്ഥാനാർത്ഥിക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് ഇതില്ലാതായി. നേരത്തെ ശിവൻകുട്ടി സൂചിപ്പിച്ചല്ലോ, കൂടുതൽ LDF വോട്ടുകൾ സമാഹരിക്കുകയാണെങ്കിൽ അത് BJP ജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിനകത്ത് വോട്ട് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാകും. എന്നാൽ തൃശ്ശൂരിൽ അങ്ങനെയല്ല. 3 പേർക്കും ഒരുപോലെ പ്രസ്റ്റീജുള്ളൊരു മത്സരമാണ്. 3 പേരും പ്രസക്തിയുള്ള ആൾക്കാരാണ്, സാധ്യതയുള്ള ആൾക്കാരാണ്. സുനിൽകുമാർ പ്രാദേശിക രംഗത്തു നിന്ന് വന്ന ഒരാളാണ്, അതുകൊണ്ട് മന്ത്രിയായിരുന്നു. മുരളീധരനും അതുപോലെ ഫേമസ് ആണ്. സുരേഷ് ഗോപി അതുപോലെ ഫേമസ് ആണ്. ഇതിൽ ആരും വോട്ട് കുറയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റൊരു വോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസാന നിമിഷ സാധ്യത പോലുമില്ല. അതുകൊണ്ട് നല്ല മനോഹരമായൊരു ത്രികോണ മത്സരമാണ് തൃശ്ശൂർ നടന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഒരു പക്ഷേ NDAക്ക് വിജയം, BJPക്ക് വിജയ സാധ്യത തൃശ്ശൂരിൽ കാണുന്നത്. ഞാൻ ഈ സർവേയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാലും BJPക്ക് 1 സീറ്റ് കിട്ടും മാത്രമാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്നാണ്. അത് സർവേയിലും അങ്ങനെയാണല്ലോ. താങ്കൾക്ക് ഈ 1 മുതൽ 3 വരെ ഓവർ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ 1 മുതൽ 3 ഒരു സീറ്റെങ്കിലും കിട്ടാം എന്നുള്ളതാണല്ലോ. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ പ്രഡിക്ഷൻ ക്ലിയർ ആണല്ലോ. LDFന് താങ്കൾ പറയുന്നത് 2 സീറ്റാണ്. ഏറ്റവും മോശം സാഹചര്യത്തിൽ പോലും 2 സീറ്റ് കിട്ടാമെന്ന് എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. UDFന് 15 മുതൽ 18 എന്ന് പറയുമ്പോൾ സാഹചര്യം മോശമാണെങ്കിൽ പോലും 16 സീറ്റ് എന്നുള്ള ഡിജിറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ 16, താങ്കൾ പറയുന്നത് 17, 2, 1 എന്നാണ് അല്ലേ? 17, 2, 1 അല്ലേ? അതെ അതെ അതെ, 1 അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് 17, 2, 1 എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സർവേയിലും വ്യക്തമായിട്ട് ഒരു കൃത്യ നമ്പർ പറയാത്തത് കൊണ്ട് കേരളത്തിലെ പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ആനുകൂല്യമുണ്ട്. അത് ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ ഇന്ത്യ സഖ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും UDF പതിവായി ജയിക്കാറുള്ള മണ്ഡലങ്ങളാണ്. 2004 മാത്രമേ അതിന് ഒരു അപവാദം സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കേന്ദ്രത്തിലെ ഇടതുപക്ഷം ഒരു ശക്തമല്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ട്, ഒരു മുന്നണി ആയതുകൊണ്ട് ഇടതുപക്ഷത്തിലെ കുറച്ച് അനുഭാവികൾ കൂടി UDFന് വോട്ട് ചെയ്യും. അതാണ് UDFന് 17 സീറ്റ് കിട്ടുന്നത്. ഇത് മാത്രമല്ല, അതുപോലെ തന്നെ ശ്രീ ഗോപകുമാർ, ഞങ്ങൾ ആദ്യം പുറത്തുവിട്ട ഫലം തമിഴ്നാടിന്റെ ആയിരുന്നു. ഈ തമിഴ്നാടും കേരളവും രണ്ടും കമ്പയർ ചെയ്ത് താങ്കൾ പറയുക. തമിഴ്നാട്ടിൽ ഞങ്ങൾ 36 മുതൽ 39 വരെയാണ് DMK സഖ്യത്തിന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്നാണല്ലോ. അതായത് മുഴുവൻ സീറ്റും വേണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടാം. അവിടെ ചിലപ്പോൾ 1 സീറ്റ് കിട്ടാം BJPക്ക്, അല്ലെങ്കിൽ 3 വരെ സീറ്റ് കിട്ടാം. അണ്ണാ DMK ചിലപ്പോൾ ബ്ലാങ്ക് ആയി പോയേക്കാം, അല്ലെങ്കിൽ 2 സീറ്റ് വരെ കിട്ടാം എന്നുള്ളതാണ്. ഇത് റിലയബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് താങ്കൾ കരുതുന്നുണ്ടല്ലോ? അതെ, വളരെയധികം റിലയബിൾ ആണ്.
കാരണം തമിഴ്നാട്ടിലെ DMK, കോൺഗ്രസ്, CPM ആ സഖ്യത്തിന് വലിയൊരു മുൻതൂക്കമുണ്ട്. ചരിത്രപരമായി തന്നെ DMKക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു വലിയ സംഖ്യയായിട്ടാണ്, ഒരു വലിയ നമ്പറായിട്ടാണ് DMK എപ്പോഴും പ്രവർത്തിച്ചതും ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും ഉള്ളത്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം, അവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ DMKക്ക് വലിയൊരു അപ്രമാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ നമ്പർ തെറ്റാൻ വഴിയില്ല. 39 സീറ്റ് തമിഴ്നാട്ടിലും 1 സീറ്റ് പോണ്ടിച്ചേരിയുമാണ്. അങ്ങനെ 40 ഉണ്ട്. ഇവിടെ 39 തമിഴ്നാടിനെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണക്ക് വളരെ അടുത്ത് ശരിയാണ്. മിനിമം 36 കിട്ടുമെന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ളതാണ്. 36 എന്നുള്ളത് 38 ആകാനും 1 സീറ്റ് NDAക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് അടുത്ത് വരുന്ന റിസൾട്ടാണ്. കാരണം 39 ഇന്ത്യ മുന്നണി ജയിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ്. കാരണം DMKക്കെതിരായിട്ടുള്ള ഇന്ത്യ മുന്നണിക്കെതിരായിട്ടുള്ള വോട്ട് AIADMK സ്ഥാനാർത്ഥി ഉള്ളത് കൊണ്ട് അത് കുറച്ച് വിഘടിച്ചു പോകാൻ സാധ്യതയുണ്ട്. AIADMK മിക്കവാറും 0-ൽ ഒതുങ്ങാനാണ് സാധ്യതയുള്ളത്. അതിനേക്കാൾ സംഘടനാ ശക്തി ഒരുപക്ഷെ BJPക്ക് അവിടെ ഉള്ളതുകൊണ്ട് BJPക്ക് 1 സീറ്റ് കിട്ടാൻ, അത് നാഗർകോവിലോ കോയമ്പത്തൂറോ തിരുനെൽവേലിയോ നമുക്കറിയില്ല എവിടെയാണെന്ന്, അത് സൂചനകളൊന്നെങ്കിൽ താങ്കളുടെ ഭാഗത്ത് കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ BJPക്ക് 1 സീറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിന് ഉള്ളതിനേക്കാൾ വലിയ സാധ്യതയല്ല തമിഴ്നാട്ടിൽ കാണുന്നത്. NDAക്ക് കേരളത്തിൽ 1 സീറ്റിനുള്ള സാധ്യത കുറച്ചുകൂടി ശക്തമാണ്. തമിഴ്നാട്ടിൽ അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം പരമ്പരാഗതമായി BJP നിൽക്കുന്നത് AIADMKയുടെ കൂടെയാണ്. ഇത്തവണ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അണ്ണാമലയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം കൊണ്ട് BJPയുടെ ജനകീയത വർദ്ധിച്ചു, വോട്ട് ഷെയർ വർദ്ധിച്ചു. പക്ഷേ ഈ 2 മുന്നണികളെയും തോൽപ്പിച്ച് ഒന്നാമതായിട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശരി, ഒരു സീറ്റെങ്കിലും കിട്ടും എന്നുള്ളതാണ് എക്സിറ്റ് പോളിൽ പറയുന്നത്. ശ്രീ ജി ഗോപകുമാർ, ഇപ്പോൾ 2 സ്റ്റേറ്റുകളും കമ്പയർ ചെയ്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടി പറയുമ്പോൾ 36 മുതൽ 40 സീറ്റ് വരെ ഇന്ത്യ സഖ്യം എങ്ങനെയാണ് ടോട്ടൽ വരുമ്പോഴേക്കും? അവിടെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ 39 സീറ്റുകൾ വരെ നേടാം. കേരളത്തിൽ ഇപ്പോൾ 19 വരെ ഇന്ത്യ സഖ്യം തന്നെയാണല്ലോ. കാരണം 1 സീറ്റ് BJPക്ക് കിട്ടിയാലും ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് CPMന്റെ സീറ്റുകൂടെ കൂട്ടണം. അതെ, അപ്പോൾ UDF LDF കൂടെ കൂടുമ്പോൾ 19 സീറ്റുകളെങ്കിലും നമുക്കടുത്ത് നമ്മളെ ഇപ്പോൾ തമിഴ്നാടും കേരളവും പിന്നിട്ടു അല്ലെ? അടുത്തത് കർണാടക.